എന്നാണ് ആരെ പുകഴ്ത്തിയിട്ട് പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തി പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി കൊടുത്തു. മൽ മസീഹു ഇബ്നു മറിയം ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ വഉമ്മുഹു സിദ്ദീഖത്തുൻ. സൂറത്തുൽ മാഇദയിലൂടെ പറയുന്നു, മറിയമിന്റെ പുത്രൻ മസീഹയില്ല, റസൂലുൻ, ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല, ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനല്ല. അത് ഖലത് മിൻ ഖബ്ലിഹി റുസുലു, അദ്ദേഹത്തിന്റെ മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വഉമ്മുഹു, അദ്ദേഹത്തിന്റെ മാതാവായ മറിയം ബീവി സിദ്ദീഖത്തുൻ, അവർ സത്യസന്ധയായ സ്ത്രീയാകുന്നു, വനിതയാകുന്നു. അപ്പൊ ഇവരെ സംബന്ധിച്ച് വളരെ പുകഴ്ത്തി അവരോടുള്ള സ്നേഹവും ബഹുമാനവും കാണിക്കാൻ എന്ന പേരിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്ഥാനത്തേക്ക്, അള്ളാഹുന്റെ തന്നെ സ്ഥാനത്തേക്ക്, അതുപോലെ തന്നെ ലോകത്തില്ലാത്ത ഒരു പദവി, ദൈവത്തിന്റെ പുത്രൻ എന്ന ഒരു പോസ്റ്റ് ലോകത്തില്ലല്ലോ, അള്ളാഹുന്റെ മകനാവുക എന്ന ഒരു പോസ്റ്റ് ലോകത്തില്ലല്ലോ. അങ്ങനെ ഒരു പോസ്റ്റും ഒരു മർത്തബയും സ്വന്തം തന്നെ നിർമ്മിച്ചുണ്ടാക്കിയിട്ട് ആ സ്ഥാനത്തേക്കും കയറ്റിയിരുത്തി അങ്ങനെ അവരെ ആരാധിക്കാനും പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തയ്യാറായപ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ വിശ്വാസികളാണെന്നല്ല. ലഖദ് കഫറല്ലദീന ഖാലൂ, അതാ ഈ വർത്തമാനം പറഞ്ഞവർ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ അവിശ്വാസികളാണ്. അതുകൊണ്ട് ഈ അവകാശവാദക്കാരെ ലോക ചരിത്രത്തിൽ ഇനി ആരും പിൻപറ്റി പോകരുത്. അവരുടെ അവകാശവാദങ്ങൾ കണ്ടാലും വഞ്ചിതരാവരുത്. അത് ലോകത്തോട് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. അവരോട് തന്നെയും ആ കാര്യം പറയുന്നു. യാ അഹ്ലൽ കിതാബ്, ഓ യഹൂദികളെ, നസറാനികളെ, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരി കവിയരുത്. മതത്തിൽ അതിരി കവിഞ്ഞതാണ് യഹൂദി പഴക്കാൻ കാരണം, നസറാനി പഴക്കാൻ കാരണം ദീനിൽ അതിരി കവിഞ്ഞതാണ്. അതുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങൾ അതിരി കവിയരുത്. അതിരി കവിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അള്ളാന്റെ പേരിൽ ഇല്ലാത്തത് പറയും. ലോകത്ത് ആരൊക്കെ അതിരി കവിഞ്ഞിട്ടുണ്ടോ? ദീനിൽ ആരൊക്കെ അതിരി കവിഞ്ഞിട്ടുണ്ടോ? ചരിത്രം എടുത്ത് വരഞ്ഞു നോക്കിയാൽ അന്ന് മുതൽ ഇന്ന് വരെ, ഈ വർത്തമാന കാലം വരെ അള്ളാന്റെ ദീനിൽ അതിരി കവിഞ്ഞ സർവകക്ഷികളും അള്ളാന്റെ പേരിൽ നുണ പറയാതിരുന്നിട്ടില്ല. അതുകൊണ്ടാണ് ഉടനെ അള്ള പറയുന്നത്, നിങ്ങൾ അള്ളാന്റെ ദീനിൽ അതിരി കവിയരുതെന്ന് പറഞ്ഞ ഉടനെ പറയുന്നു, നിങ്ങൾ അള്ളാന്റെ പേരിൽ സത്യമല്ലാത്തത് പറയരുത്. അള്ളാന്റെ പേരിൽ നിങ്ങൾ സത്യമല്ലാത്തത് പറയരുത്. എന്താ കാരണം? ദീനിൽ അതിരി കവിയുന്നവരൊക്കെ അള്ളാന്റെ പേരിൽ നുണ പറയും, സത്യമല്ലാത്തത് പറയും. അതുകൊണ്ട് ഇന്നമൽ മസീഹു ഈസാ ഇബ്നു മറിയം റസൂലുള്ളാഹി, അതാ അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ് ഈസാ ഇബ്നു മറിയം എന്ന് പരിശുദ്ധ ഖുർആൻ അവരുടെ അവകാശവാദങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ് വസ്തുത എന്താണെന്ന് വളരെ കൃത്യമായി തന്നെ പരിചയപ്പെടുത്തി. ലോകത്ത് ഈ ഒരു ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മഹാന്മാരുടെ പിന്തുടർച്ചക്കാർ ഞങ്ങളാണെന്ന് വാദിക്കാൻ ലോകത്ത് ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. ഇപ്പോഴിതാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ് ഞങ്ങളെന്ന് അവകാശപ്പെടാൻ ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകളാണ്. എല്ലാവരും പറയുന്നു, ഞങ്ങളാണ് മുത്ത ഹബീബിന്റെ ആളുകൾ, ഞങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആളുകൾ, ഞങ്ങൾക്കാണ് ആ നബി തിരുമേനിയുടെ മഹത്വം മനസ്സിലായത്, ഞങ്ങൾക്കാണ് ആ പ്രവാചകന്റെ എല്ലാ രൂപത്തിലുള്ള അംഗീകാരവും ഉള്ളത്, ഞങ്ങളുടെ സ്ഥാപനത്തിന് തറക്കല്ലിടാൻ വരെ നബിതങ്ങൾ പറഞ്ഞിട്ടാണ് നേതാവ് വന്നിട്ടുള്ളത്, ഞങ്ങൾക്കതാ ഞങ്ങളുടെ സ്ഥാപനത്തിന് സർവ അംഗീകാരവും നബിതങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിലും നബിതങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അംഗീകാരവും ആശീർവാദവും അവകാശപ്പെടാൻ ലോകത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവകാശപ്പെടുന്ന കക്ഷികളടക്കം ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ നബിസ്നേഹികളായിക്കൊണ്ട് അതാ ലോകത്ത് മുഴുവൻ പലയിടത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ആശയം പറഞ്ഞു, ഇയ്യാകും വൽ ഗുലുവ, നിങ്ങൾ സൂക്ഷിക്കണേ ജനങ്ങളെ. പ്രവാചകൻ തങ്ങളുടെ ഏറ്റവും വലിയ വസിയത്താണ്, നിങ്ങൾ സൂക്ഷിക്കണേ ജനങ്ങളെ. വൽ ഗുലുവ, എന്തിനു സൂക്ഷിക്കണം? അതിര് കവിയുന്നത് സൂക്ഷിക്കണം. അമിതത്വം ഉണ്ടാകരുത്. പുകഴ്ത്തുന്നത് തെറ്റല്ല, നബി തങ്ങളെ പ്രശംസിക്കുന്നത് തെറ്റല്ല,
ഉള്ളത് പറയലാണ് പ്രശംസ. ആരെ കുറിച്ചാണെങ്കിലും ഏതൊരു മനുഷ്യനെ കുറിച്ചാണെങ്കിലും ഉള്ളത് പറയുന്നതിൽ തകരാറില്ല. ഇല്ലാത്തത് ആരെ കുറിച്ച് പറയുന്നതും തെറ്റാണ്. അത് മദ്ഹിന്റെ പേരിലായാലും തെറ്റാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് വളരെ ഗൗരവത്തോട് പറഞ്ഞിട്ടുണ്ട്, ലാ തുതുറൂനി, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. കമാ തറത്തിൻ നസാറ, നസറാനികൾ പുകഴ്ത്തിയതുപോലെ. ആരെ പുകഴ്ത്തിയവർ? ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ നസറാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് ഞാനെന്ന് പറഞ്ഞോളൂ. അതിന് വിരുദ്ധമായതൊന്നും എന്നെ കുറിച്ച് പറയാൻ പാടില്ല. അതിന് യോജിക്കുന്നതും അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമ, അല്ലാഹുവിന്റെ റസൂല്, ആ ആശയത്തോട് യോജിക്കുന്നതെന്തും പറയാം. ആ ആശയത്തോട് വിയോജിക്കുന്നത് ഒന്നും പറയാനും പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തെ അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉടനെ ഇതിന് വിരുദ്ധം വല്ലതും ആരെങ്കിലും പറഞ്ഞു പോയാൽ ഉടനെ തന്നെ അവിടുന്ന് തിരുത്തി കൊടുക്കാറുണ്ട്. ഒരിക്കലതാ ഒരു സഹാബി വന്നിട്ട് നബി തങ്ങളോട് എന്തോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ മാഷാ അല്ലാഹു വശിഖ്ത, അല്ലാഹുവേ അല്ലാഹുവും അല്ലാഹു ഉദ്ദേശിച്ചത് നടക്കും, വശിഖ്ത നബിയെ താങ്കൾ ഉദ്ദേശിച്ചതും നടക്കും, അള്ളയും താങ്കളും ഉദ്ദേശിച്ചത് നടക്കും എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ അത് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സ്ഥാനം കൊടുക്കലാണ്. അത് അവിടുത്തെ പുകഴ്ത്തലാണ്. അത് അവിടുത്തോട് അംഗീകാരം കാണിക്കലാണ്. അത് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശംസ നൽകലാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. ഈ പറഞ്ഞതിൽ ഒരു അബദ്ധമുണ്ട്. മാഷാ അല്ലാഹു വഹ്ദഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നത് മാത്രം നടക്കുക എന്നാണ് നീ പറയേണ്ടത്. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്നതും എന്ന് പറയാം. രണ്ടും കൂടെ ചേർത്ത് അല്ലാഹു റസൂൽ ഉദ്ദേശിക്കുന്നത് എന്ന മശീയത്തിനെ ഉദ്ദേശം എന്നതിനെ അല്ലാഹു റസൂൽ എന്നതിലേക്ക് നീ ചേർക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തിരുത്തി കൊടുക്കുകയാണ്. അതുപോലെ എത്രയോ സംഭവങ്ങളിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട ദിവസം, ഞാൻ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല, നമ്മൾ ധാരാളം കേട്ടവരാണ്. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണപ്പെട്ട ദിവസം മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ ഈ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സൂര്യന് ഗ്രഹണം ബാധിച്ചതെന്ന് ഒരു വിഭാഗം ആളുകൾ മദ്ഹ് പറഞ്ഞപ്പോൾ അത് നബിതങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടല്ല റസൂലുള്ളാഹി മനസ്സിലാക്കിയത്. ഉടനെ പള്ളിയിലേക്ക് പോയിട്ട് ജനങ്ങളെ വിളിച്ചു വരുത്തി. ജനങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുത്തു. സൂര്യനും ചന്ദ്രനും ഒരാൾ മരിക്കുന്നതിന്റെ പേരിലോ ജനിക്കുന്നതിന്റെ പേരിലോ ഗ്രഹണം ബാധിക്കുന്ന ആയത്തുകളല്ല. ഗ്രഹണം ബാധിച്ചു കണ്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്നും പറഞ്ഞു നടക്കുകയല്ല വേണ്ടത്. അത് ആരുടെയെങ്കിലും മരണം കാരണമായോ ജനനം കാരണമായോ ഒന്നും ഗ്രഹണം ബാധിക്കൂല. മറിച്ച് ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വന്ന് അല്ലാഹുവിനോട് ആ ഗ്രഹണം നീങ്ങിക്കിട്ടുന്നത് വരെ പാപമോചനത്തിന് വേണ്ടി തേടുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ഒക്കെയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ തനിക്കും തന്റെ കുടുംബത്തിനും കിട്ടിയ ഒരു മദ്ഹ്, ഒരു പ്രശംസ, ഒരു അംഗീകാരം, ഒരു അനുമോദനം, അത് ശരിയല്ലെങ്കിൽ അവിടുന്ന് അംഗീകരിച്ചിട്ടില്ല. ശരിയാണെങ്കിൽ അംഗീകരിച്ചിട്ടുണ്ട്. ശരിയായ നിലയ്ക്ക് പറഞ്ഞപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ശരിയല്ലാത്തതൊന്നും ജീവിതകാലത്ത് പോലും അംഗീകരിച്ചു കൊടുത്തിട്ടുമില്ല. ഇങ്ങനെ ഒരു അംഗീകാരം എന്ത് കുട്ടിയുടെ മരണം കാരണമായിട്ടാണ് ഗ്രഹണം ബാധിച്ചത്, അത് പറയാൻ പാടില്ല. അപ്പ തിരുത്തി കൊടുത്തു, ഉടനെ തിരുത്തി കൊടുത്തു. അതുപോലെ നബിതങ്ങളുടെ ഒരു കല്യാണ സദസ്സിലേക്ക് കയറി വന്ന സംഭവം നിങ്ങൾ എപ്പോഴും കേൾക്കാറുള്ളതല്ലേ. ചെറിയ കുട്ടികൾ പാട്ടുപാടി പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മറിഞ്ഞ എല്ലാ കാര്യവും അറിയുന്ന ആളാ ഞങ്ങളെ നബി എന്ന് കുട്ടികൾ പാടിയപ്പോ ആ സദസ്സിൽ പ്രവാചകന് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുമോദന ഗാനമാണല്ലോ അത്, ഒരു ആശംസാ ഗാനമാണല്ലോ അത്, ഒരു മഹാത്മ്യത്തിന്റെ വരികളാണല്ലോ അത്. നബി തങ്ങളെ കുറിച്ചുള്ള ആ മദ്ഹ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല.
മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളയാണ്. എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയാൻ നിങ്ങൾ നബിക്കെന്ന് പറഞ്ഞുകൂടാ. അത് അബ്ദുല്ലാഹി റസൂലുഹു എന്ന ആദർശത്തിന്റെ അപ്പുറാണ്, അതിന്റെ ഇപ്പുറത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിവരിച്ചു കൊടുക്കുന്നു. അതേ അവസരത്തിൽ അവിടുത്തെ കുറിച്ച് ഉള്ളത് പറഞ്ഞത് അവിടെ നിർത്തിയിട്ടില്ല. ഹസ്സാൻ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കുറിച്ച് കവിത പാടിയിരുന്നയാളാണ്. മുശ്രിക്കുകൾ കവിതയിലൂടെ ഗാനത്തിലൂടെ പ്രവാചകനെ വിമർശിക്കുന്ന കാലത്ത് പാട്ടിലൂടെ തന്നെ കവിതയിലൂടെ തന്നെ ഖണ്ഡനം നൽകിയിരുന്ന മഹാനായ പണ്ഡിതനാണ്, സഹാബിയാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ആ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിതങ്ങളോട് പറയുകയാണ്, വഅജ്മലു മിൻക ലം തറഖത്തു ഐനി വഅക്റമു മിൻക ലം